വയനാട് അതിജീവനത്തിന്റെ പാതയിലാണ്. കൈകോർത്ത് പിടിച്ച് നമ്മളെല്ലാവരും വയനാടിനൊപ്പമുണ്ട്. എന്തൊക്കെയാണ് വയനാട്ടിൽ നിന്നുള്ള ഏറ്റവും ഒടുവിലത്തെ വിശദാംശങ്ങളൊക്കെ അറിയാം. സച്ചിൻ വള്ളിക്കാട് ചേരും. അതിജീവനത്തിലേക്ക് വയനാട്. വയനാട് മേപ്പാടിയിലെ ഉരുൾപൊട്ടലിൽ കാണാതായവർക്കായുള്ള തിരച്ചിൽ ഇന്ന് വീണ്ടും പുനരാരംഭിക്കും. വിവിധ സർക്കാർ വകുപ്പുകളുടെ നേതൃത്വത്തിൽ നാശനഷ്ടങ്ങളുടെ കണക്കെടുപ്പും തുടരുകയാണ്. ഏകദേശം 3 ആഴ്ച പിന്നിട്ട് കഴിഞ്ഞു ഈ തിരച്ചിലെല്ലാം തന്നെ. അതുപോലെ തന്നെ പുനരധിവാസം, തിരച്ചിൽ ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു, പുനരധിവാസം മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു. സച്ചിൻ വള്ളിക്കാടുണ്ട് ചൂരൽമലയിൽ നിന്നും. സച്ചിൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിൻഷ. സച്ചിൻ, ആദ്യം തന്നെ ചൂരൽമലയിൽ എത്തുമ്പോൾ കണ്ട കാഴ്ചകളൊന്നും ആവില്ല ഇപ്പോൾ അവിടെ കാണാൻ കഴിയുന്നത്. ചൂരൽമല ടൗൺ കേന്ദ്രീകരിച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ വെള്ളം കയറിയ, ചളി കയറിയ കടകളെല്ലാം തന്നെ ശുചീകരിക്കുന്ന പ്രവൃത്തികൾ ഒരു ഭാഗത്ത് നടക്കുന്നു. തിരച്ചിൽ മറ്റൊരു ഭാഗത്ത് പുരോഗമിക്കുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഏകദേശം ചുരുങ്ങിയ കുടുംബങ്ങൾ മാത്രമേ, ഏകദേശം 10ഓളം കുടുംബങ്ങൾ മാത്രമേ ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുള്ളൂ. മറ്റെല്ലാവരും താൽക്കാലിക പുനരധിവാസത്തിൻ്റെ ഭാഗമായി വാടക വീടുകളിലേക്കൊക്കെ മാറിക്കഴിഞ്ഞു. ഇതിന് സർക്കാർ അനുവദിച്ച 6000 രൂപ മാസവാടക ഇനത്തിൽ സർക്കാർ 6000 രൂപ ഓരോ കുടുംബങ്ങൾക്കും നൽകുമെന്ന് പറഞ്ഞിരുന്നു. ആ 6000 രൂപ അക്കൗണ്ടിലേക്ക് എത്തിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം 617 കുടുംബങ്ങൾക്കാണ് സർക്കാരിൻ്റെ ആദ്യ ധനസഹായ ഗഡുവായ 10000 രൂപ 617 കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്കാണ് 10000 രൂപ ആദ്യ ഗഡുവായി എത്തിയത്. അത്തരത്തിൽ പുനരധിവാസ പ്രവർത്തനങ്ങൾ, താൽക്കാലിക പുനരധിവാസ പ്രവർത്തനങ്ങളൊക്കെ ഊർജിതമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഒരു ഭാഗത്ത് തിരച്ചിൽ നടക്കുന്നു, മറ്റൊരു ഭാഗത്ത് അതേ ഊർജ്ജത്തിൽ തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങൾ. ഏകദേശം ഈ മാസത്തോടു കൂടി തന്നെ പുനരധിവാസ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും, താൽക്കാലിക പുനരധിവാസം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ പറ്റുമെന്ന സർക്കാരിൻ്റെ വാഗ്ദാനങ്ങൾ കൃത്യമായി അവിടെ പാലിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വിൻഷ, ഇന്നും വയനാട് മേപ്പാടിയിലെ ദുരന്ത ബാധിത മേഖലകളിൽ 6 സോണുകളിലും ശക്തമായ രീതിയിൽ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ തിരച്ചിൽ നടക്കും. ഈ തിരച്ചിലിൻ്റെ ഇന്നത്തെ മന്ത്രിസഭാ ഉപസമിതിയിലടക്കം മറ്റ് കാര്യങ്ങളുടെ ഒരു നിർണായക തീരുമാനം ഇന്നുണ്ടാവും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി 5 ദിവസങ്ങളിൽ നടത്തിയ തിരച്ചിലൊന്നും മൃതദേഹങ്ങളോ അതുപോലെ തന്നെ ശരീരഭാഗങ്ങളൊന്നും കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിനാൽ തന്നെ ഇനി ബന്ധുക്കളുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും ഒക്കെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ തിരച്ചിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. കാരണം അവർ ആവശ്യപ്പെടുന്ന സ്ഥലങ്ങളിൽ അടക്കം കൃത്യമായ രീതിയിൽ തിരച്ചിൽ നടത്തിക്കൊണ്ട് യാതൊരുവിധ ആക്ഷേപങ്ങളോ പരാതികളോ ഉണ്ടാകാതിരിക്കാൻ കൃത്യമായ രീതിയിൽ, ജനകീയമായ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നും രാവിലെ 7 മണിയോടുകൂടെ ഉദ്യോഗസ്ഥർ, അതായത് കേരള ഫയർഫോഴ്സിൻ്റെയും അതുപോലെ തന്നെ പോലീസിൻ്റെയും NDRFിൻ്റെ അടക്കം ഉള്ള ഉദ്യോഗസ്ഥരും അവരുടെ കൂടെ ഈ സന്നദ്ധ പ്രവർത്തകരും ഫോറസ്റ്റ് വനംവകുപ്പിൻ്റെ ആളുകളടക്കം നാട്ടുകാരും ചേർന്നുകൊണ്ടാണ് വയനാട്ടിലെ ദുരന്തബാധിത മേഖലകളിലെല്ലാം തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ തിരച്ചിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ ശക്തമായ രീതിയിൽ തന്നെ ഇപ്പോഴും തുടരുന്നുണ്ട്. ഇന്ന് രാവിലെയോടുകൂടെ ആ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് നാട്ടുകാരടക്കമുള്ള ആളുകളൊക്കെ ഈ മേഖലയിലെത്തി കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങളും അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ മേപ്പാടിയിലും അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്തിലെ ചൂരൽമലയിലും മുണ്ടക്കയിലും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതിൽ കൃത്യമായി ഈ ഉരുൾപൊട്ടൽ ഉണ്ടാവുന്നതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ ആ CCTVയിൽ പതിഞ്ഞിരുന്നു. അതടക്കം കൈരളി ന്യൂസ് പുറത്തു വിട്ടിരുന്നു. അതായത് ജൂലൈ 30 രാത്രി മുണ്ടക്കയിലെ പള്ളിയിൽ നിന്നും ലഭിച്ച CCTV ദൃശ്യത്തിൽ കഴിഞ്ഞ ദിവസം അവിടെ പെയ്ത മഴയുടെ ശക്തമായ ഒരു മഴയുടെ ദൃശ്യങ്ങളാണ് അതിൽ പതിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ശക്തമായ മഴ പെയ്തിട്ട് പോലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പോ അല്ലെങ്കിൽ മറ്റ് വകുപ്പുകളോ സംസ്ഥാന സർക്കാരിന് ഇത്തരത്തിൽ മഴ ശക്തിപ്പെടുമെന്ന കാര്യങ്ങളോ അതുപോലെ മറ്റ് നിർദ്ദേശങ്ങളോ നൽകിയിരുന്നില്ല. നേരെ മറിച്ച് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സംസ്ഥാന സർക്കാരിനെ ഒരു കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് കേന്ദ്ര മന്ത്രിമാരടക്കം പറഞ്ഞത്. എന്നാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ഇത്തരത്തിൽ വയനാട് മേപ്പാടി ഭാഗങ്ങളിലൊന്നും ശക്തമായ മഴ ലഭിക്കുമെന്ന മുന്നറിയിപ്പ് അന്ന് നൽകിയിരുന്നില്ല. ഈ ശക്തമായ മഴയാണ് ഇത്തരത്തിൽ ഉരുൾപൊട്ടൽ ഉണ്ടാവാൻ കാരണമെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ആയിട്ടുള്ള ജോൺ മത്തായി അടക്കം ഈ സ്ഥലങ്ങൾ സന്ദർശിച്ച് പരിശോധന നടത്തിയതിന് ശേഷം പ്രാഥമികമായി കണ്ടെത്തിയ വിവരങ്ങൾ മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതുപോലെ തന്നെ
ഈ ഉരുൾപൊട്ടലിൻ്റെ ദൃശ്യങ്ങൾ, അതായത് ഈ ചൂരൽമലയിലെ ചില കടകളിൽ നിന്നും ലഭിച്ച് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ജൂലൈ 30-ന് പുലർച്ചയോടുകൂടെ ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ ഭീകരമായ ദൃശ്യങ്ങളാണ് ഈ CCTVയിൽ പതിഞ്ഞിട്ടുള്ളത്. അതിൽ കൃത്യമായ രീതിയിൽ ഏതൊക്കെ ഭാഗങ്ങളിലൂടെയാണ് വെള്ളം ഇരച്ച് കയറി എത്തിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അത്രയും ഭീകരമായ ദൃശ്യങ്ങളാണ് ഈ CCTVയിൽ പതിഞ്ഞത്. നിരവധി CCTVകൾ ഈ ദുരിതം മേഖലയിൽ നിന്നും നഷ്ടപ്പെട്ടെങ്കിലും ചില കടകളിൽ, അവശേഷിക്കുന്ന കെട്ടിടങ്ങളിലെ ചൂരൽമലയിലെ ചില കടകളിൽ നിന്നാണ് ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുള്ളത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് കടകളിലേക്ക് പാറകളും ചളികളും അതുപോലെ തന്നെ വെള്ളമൊക്കെ കുത്തിയൊലിച്ച് എത്തി ഈ വലിയ ഉപകരണങ്ങളും അതുപോലെ തന്നെ ഫർണിച്ചറുകളും മറ്റ് സാധനങ്ങളടക്കം ഷട്ടർ തകർത്തുകൊണ്ട് കവർന്നെടുത്ത് കൊണ്ടുപോകുന്ന അത്രയും ഭീതിജനകമായ ഒരു കാഴ്ചയാണ് ഈ CCTV ദൃശ്യങ്ങളിലുള്ളത്. ഇത് ഒരു ചെറിയ ഭാഗം മാത്രമാണ്. കാരണം ഈ ദുരിതം ഉണ്ടായ മേഖലകളിലൊക്കെ വലിയ രീതിയിലുള്ള ഭീകരമായ അവസ്ഥയാണ് നിലനിൽക്കുന്നത്. തുടക്കം മുതൽ തന്നെ നമ്മുടെ കൈരളി ന്യൂസ് സംഘത്തിനൊപ്പം ഞാനും ഇവിടെ ഉണ്ടായിരുന്നു. വലിയ രീതിയിൽ ഇത്രയും വലിയൊരു പാറകളും അതുപോലെ തന്നെ മരങ്ങളും മരത്തടികളുമൊക്കെ വന്നടിഞ്ഞ് ഈ മേഖലയെ ആകെ നിരവധി പേരുടെ സ്വപ്നങ്ങളാണ് കവർന്നെടുത്തത്. വീടുകളായാലും കെട്ടിടങ്ങളായാലും മറ്റ് സർക്കാർ സ്ഥാപനങ്ങളടക്കം ഇവിടുന്ന് തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഈ കാലവർഷക്കെടുതി ഈ ഉരുൾപൊട്ടലുണ്ടായ മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകളെ വലിയ രീതിയിൽ ബാധിച്ചത്. അതിൻ്റെ ഭീകരമായ ദൃശ്യങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസത്തെ CCTV ദൃശ്യങ്ങളിലും പതിഞ്ഞിട്ടുള്ളത്. അത്തരത്തിൽ ഈ മേഖലകളിൽ ഉണ്ടായ നാശനഷ്ടങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളുടെയും ഒക്കെ കണക്കെടുപ്പും ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിരവധി വീടുകളുടെയും അതുപോലെ തന്നെ കടകളുടെയും സർക്കാർ സ്ഥാപനങ്ങളുടെയും ഒക്കെ കണക്കെടുപ്പ് PWD വിഭാഗത്തിൻ്റെയോ റവന്യൂ വിഭാഗത്തിൻ്റെയോ ഒക്കെ നേതൃത്വത്തിൽ ഈ ചൂരൽമലയിലും മുണ്ടക്കയിലും പുഞ്ചിരിമട്ടത്തൊക്കെ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലും ഈ ഉദ്യോഗസ്ഥരെ ഒക്കെ കൃത്യമായ രീതിയിൽ പരിശോധന നടത്തി എത്രയും പെട്ടെന്ന് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ ചൂരൽമല മേഖലയിൽ ഉള്ള കടകൾ, അവശേഷിക്കുന്ന കുറച്ച് കടകളുണ്ട് ചൂരൽമല ടൗണിൽ. ആ കടകളിലെ ശുചീകരണ പ്രവർത്തനങ്ങളും ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. DYFI യൂത്ത് ബ്രിഗേഡ് അടക്കമുള്ള യുവജന സംഘടനകളുടെയും മറ്റ് സന്നദ്ധ പ്രവർത്തകരുടെയും വ്യാപാര വ്യവസായ സമിതികളുടെയും ഒക്കെ നേതൃത്വത്തിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത്. മുട്ടോളം പൊക്കത്തിലാണ് ഓരോ കടകളുടെ ഉള്ളിൽ ചളികളും അതുപോലെ തന്നെ കല്ലും മണ്ണുമൊക്കെ അടിഞ്ഞു കൂടിയിട്ടുള്ളത്. അതൊക്കെ മാറ്റിക്കൊണ്ടുള്ള വലിയ രീതിയിലുള്ള ശുചീകരണ പ്രവർത്തനങ്ങളാണ് ചൂരൽമല ടൗണിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നലെയും ശരിയാണ് സച്ചിൻ പറഞ്ഞത്. ആ ദുരന്തത്തിന്റെ വ്യാപ്തിയൊക്കെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ ഇന്നലെ പുറത്തു വന്നിരുന്നു. പക്ഷേ സച്ചിൻ, ഈ ഘട്ടത്തിൽ നമ്മൾ കൂടുതൽ ഊന്നൽ നൽകി സംസാരിക്കേണ്ടത് എനിക്ക് തോന്നുന്നു അവിടെ ദുരിതബാധിതർ നേരിടുന്ന ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചാണ്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് സർക്കാരിൻ്റെ ധനസഹായം അവരുടെ അക്കൗണ്ടുകളിലേക്ക് വരുമ്പോൾ ആ അക്കൗണ്ടുകളിൽ നിന്ന് വായ്പാ തിരിച്ചടവ് എന്ന പേരിൽ പല ബാങ്കുകളും വായ്പാ തിരിച്ചടവ് എന്ന പേരിൽ സർക്കാർ ധനസഹായം അവരുടെ അക്കൗണ്ടിൽ നിന്ന് നേരിട്ട് പിടിക്കുന്ന ഒരവസ്ഥയുണ്ട്. ഇത് നിരവധി പരാതിയായി വന്നതിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇടപെടലുണ്ടാകുന്നു. മുഖ്യമന്ത്രിയുടെ ഇടപെടലിനെ തുടർന്ന് ഇത്തരം വായ്പാ തിരിച്ചടവ് അത്തരത്തിൽ അങ്ങനെ പിടിക്കരുത് എന്നുള്ള ഉത്തരവ് നിലവിൽ വന്നിരിക്കുകയാണ്. ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് പ്രത്യേക അന്വേഷണം നടത്തുന്നുണ്ട്. വായ്പാ തിരിച്ചടവ്, അതായത് ദുരിതബാധിത മേഖലയിൽ നിന്ന് ബാങ്കുകൾ വായ്പാ തിരിച്ചടവ് തിരിച്ചു പിടിക്കരുത് എന്ന കാര്യത്തിൽ കൃത്യമായ ഉത്തരവ് വന്നിരിക്കുന്നു, അന്വേഷണവും വന്നിരിക്കുന്നു. ഇക്കാര്യത്തിൽ അതിനെക്കുറിച്ച് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാതെ വയ്യ. വിനിഷ, തീർച്ചയായും വലിയ രീതിയിൽ, കാരണം കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നൊക്കെ ഈ ദുരിതബാധിതർക്ക് ധനസഹായങ്ങൾ അനുവദിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഈ ക്യാമ്പിലുള്ള ആളുകളെ ഒക്കെ സമീപിച്ചപ്പോൾ അവരൊക്കെ പറഞ്ഞിരുന്നു 5,000 രൂപ വെച്ച് 2 ഗഡുക്കളായിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് പൈസ ദുരിതബാധിതർക്കുള്ള അടിയന്തര ധനസഹായം എത്തിയിട്ടുണ്ട്. ആ ധനസഹായത്തിൽ നിന്നാണ് ഈ ഇത്തരത്തിൽ ദേശസാൽകൃത ബാങ്കുകളുടെ ഭാഗത്തു നിന്നും ഒരു ക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത്. കാരണം വായ്പയുടെ തിരിച്ചടവ് ഇവർ പിടിച്ചെടുക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിട്ടുള്ളത്. അത് ശക്തമായ രീതിയിൽ സംസ്ഥാന സർക്കാർ തന്നെ എതിർത്തിരിക്കുകയാണ്. കാരണം CPIMൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം CK ശശീന്ദ്രൻ മുഖ്യമന്ത്രി ഈ വിഷയം ധരിപ്പിച്ചിരുന്നു. തുടർന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസും മുഖ്യമന്ത്രിയും നേരിട്ട് കളക്ടറോട് അടിയന്തരമായി അന്വേഷിച്ച് നടപടിയെടുക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീ അന്വേഷിച്ച് അത്തരത്തിൽ ബാങ്കുകളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ നടപടി ശക്തമായ രീതിയിൽ സർക്കാരിൻ്റെ എതിർപ്പിനെ തുടർന്ന് ഈ പിടിച്ചെടുത്ത പണം തിരികെ ഈ ദുരിതബാധിതർക്ക് നൽകണം എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി ഞാനിപ്പോൾ നിൽക്കുന്നത് വയനാട് കൽപ്പറ്റയിലെ
ഗ്രാമീണ ബാങ്കിന് മുന്നിലാണ്. അവിടത്തേക്ക് ഇന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഇന്ന് നടക്കുന്നുണ്ട്. കാരണം ഗ്രാമീണ ബാങ്ക് റീജിയണൽ ഓഫീസിലേക്ക് ഇന്ന് യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. ആ മാർച്ചിനകത്ത് DYFIയുടെയും അതുപോലെ തന്നെ മറ്റ് യുവജന സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ഈ ശക്തമായ രീതിയിലാണ് ഇന്ന് മാർച്ച് നടക്കുക. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് ബാങ്ക് വായ്പകളുടെ ദേശസാൽകൃത ബാങ്കുകളുടെയും അതുപോലെ തന്നെ മറ്റ് നാഷണലൈസ് ബാങ്കുകളുടെയും ഒക്കെ ഇത്തരം ക്രൂരമായ നടപടികൾക്കെതിരെ ശക്തമായ രീതിയിൽ വലിയൊരു പ്രതിഷേധമാണ് ഇന്ന് ഉയരുക. അതുമാത്രമല്ല, മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്ന് സംസ്ഥാന തല ബാങ്ക് സമിതിയുടെ യോഗവും വിളിച്ചിട്ടുണ്ട്. ആ യോഗത്തിനകത്തും ഈ കാര്യങ്ങൾ, അതായത് മൊറട്ടോറിയം അതുപോലെ തന്നെ ഈ ദുരിതബാധിതരുടെ വായ്പകൾ അടക്കം പിൻവലിക്കണം എന്ന ആവശ്യം വരും. അത്തരം കാര്യങ്ങളിൽ ഒരു ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് സംസ്ഥാന സർക്കാരും അറിയിച്ചിട്ടുള്ളത്. അതിജീവനത്തിൻ്റെ ഒരു പാതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ബാങ്കുകളുടെയും അതുപോലെ തന്നെ മറ്റ് സ്വകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ നടപടി. അതിനാൽ തന്നെ അതിനെതിരെ ശക്തമായ രീതിയിൽ നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം അത്രയും ദുരിതം അനുഭവിച്ച ആളുകളാണ് ഈ മേഖലയിലുള്ളത്. അവരുടെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കൃത്യമായ രീതിയിൽ ധനസഹായം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അനുവദിച്ചിരുന്നു. അതിൽ നിന്നാണ് ഇത്തരത്തിൽ ബാങ്കുകളുടെ ഒരു ക്രൂരമായ നടപടി ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ കൽപ്പറ്റ റീജിയണൽ ഗ്രാമീണ ബാങ്കിലേക്ക് DYFIയുടെ നേതൃത്വത്തിൽ മാർച്ച് നടത്തുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് പോലീസ് അടക്കം ഇവിടെ എത്തിയിട്ടുണ്ട്. DYFIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള K റഫീഖും അതുപോലെ തന്നെ പ്രസിഡന്റും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ ഈ ഗ്രാമീണ ബാങ്കിലേക്ക് DYFIയുടെ ശക്തമായ മാർച്ച് നടത്തുന്നു. അതെ, മാർച്ചല്ല, ഞങ്ങൾ രാവിലെ മുതൽ തന്നെ ഉപരോധിക്കുകയാണ്. ഈ കാര്യത്തിലൊരു തീരുമാനമായതിനു ശേഷം മാത്രമാണ് തുറക്കാൻ അനുവദിക്കുള്ളൂ. തീർച്ചയായും അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാടാണ് ബാങ്കിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. കേരളത്തിലെ സർക്കാരും അതുപോലെ തന്നെ കേരളത്തിലെ ജനതയാകെയും ഈ മഹാദുരന്തത്തെ അതിജീവിക്കുന്നതിന് വേണ്ടിയുള്ള ഒറ്റക്കെട്ടായ പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ ഇടപെടലാണ് മനുഷ്യസ്നേഹികളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം. എന്നാൽ ആ ഒരു കേരളത്തിൻ്റെ പൊതുനിലപാടിന് വിരുദ്ധമായിട്ടാണ് ബാങ്ക് ഈ നിലയിൽ EMI പിടിച്ചുകൊണ്ട്, ഗവൺമെൻറ് കൊടുത്ത സഹായത്തിൽ നിന്ന് EMI പിടിച്ചുകൊണ്ട് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കേരളീയ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇത് മറ്റൊരു ബാങ്കും ആവർത്തിക്കാൻ പാടില്ല. ആ നിലയിൽ പാഠമാകുന്ന നിലയിലുള്ള സമരം എന്ന നിലയിലാണ് DYFI ഈ സമരത്തിൽ എടുക്കുന്നത്. ഇവിടെ നമുക്കറിയാം, കേരള ബാങ്ക് ഉൾപ്പെടെയുള്ള കേരള ബാങ്ക് വളരെ മാതൃകാപരമായി തന്നെ ഈ കാര്യത്തിൽ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ആ മാതൃക പിൻപറ്റിക്കൊണ്ട നിലപാടാണ് എല്ലാ ബാങ്കുകളും സ്വീകരിക്കേണ്ടത്. നേരത്തെ തന്നെ DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ വളരെ കൃത്യമായി ഈ കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇങ്ങനെ ദേശസാൽകൃത ബാങ്കുകളും മറ്റു ബാങ്കുകളും ഇവരുടെ പണം പിടിച്ചെടുക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ പണം വാങ്ങാൻ ആവശ്യമായ നിലപാട് സ്വീകരിച്ചാൽ DYFI ആ കാര്യത്തിൽ ഇവർക്കൊപ്പം, ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട്, ഈ ദുരിതമനുഭവർക്കൊപ്പം നിന്നുകൊണ്ട് ഏതറ്റം വരെയുള്ള സമരമെടുക്കുമെന്ന് DYFIയുടെ സംസ്ഥാന ഭാരവാഹികൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ നിലപാട് തന്നെയാണ് DYFIക്കുള്ളത്. ഇവർ ദുരിതം അനുഭവിക്കുന്നവരാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിലപാട് മാത്രമേ ആരായാലും സ്വീകരിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇവരുടെ ഒപ്പം നിൽക്കുന്ന നിലപാടല്ലാതെ ഇവർക്കെതിരായ നിലപാട് ആര് സ്വീകരിച്ചാലും അതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ഇവിടെ അങ്ങേയറ്റം അംഗീകരിക്കാൻ കഴിയാത്ത കേരളീയ സമൂഹം ആകെ ഒറ്റക്കെട്ടായി ചെറുത്തോൽപ്പിക്കേണ്ട നിലപാടാണ് ഇവർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതൊരു സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ സമീപനം ഭാവിയിൽ ഒരാളും സ്വീകരിക്കാൻ, ഒരു ബാങ്കും സ്വീകരിക്കാൻ പാടില്ല, ഒരു ധനകാര്യ സ്ഥാപനങ്ങളും സ്വീകരിക്കാൻ പാടില്ല. ആ നിലയിലുള്ളൊരു പ്രതിഷേധമാണ് DYFI ഈ കാര്യത്തിൽ എടുക്കുന്നത്. ഇവിടെ ഉപരോധിക്കും. ഈ കാര്യം തിരിച്ചടവ്, ഇവർ പിടിച്ചെടുത്തുള്ള പണം കൃത്യമായി ഈ ആളുകളുടെ അക്കൗണ്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം മാത്രമേ DYFIയുടെ സമരം അവസാനിപ്പിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ സമൂഹത്തോടാകെ മാപ്പ് പറയാനും ഇവർ തയ്യാറാവണം. ആ നിലയിലാണ് മുഖ്യമന്ത്രി ഇന്നലെ ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. അതെ, തീർച്ചയായും കേരളത്തിലെ ഗവൺമെന്റ് അത്തരം വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ അതാത് ഘട്ടത്തിൽ ഇടപെടുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ ആദ്യം സൂചിപ്പിച്ചത്. ഗവൺമെന്റ് എല്ലാം സ്വീകരിക്കുന്ന നിലപാട് ദുരിതബാധിതരെ എങ്ങനെ കൈത്താങ്ങാവാം നിലപാടാണ് സ്വീകരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ പെട്ട ഉടനെ തന്നെ കലക്ടറെ ചുമതലപ്പെടുത്തുകയും ആ കലക്ടർ അതിൻ്റെ റിപ്പോർട്ട് കൊടുത്ത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ച് ഉടനടി തന്നെ ബാങ്കുകൾക്ക് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള രേഖാപരമായി തന്നെ അറിയിപ്പ് കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി വളരെ മാതൃകാപരമായ നിലപാട് ഈ കാര്യത്തിൽ സ്വീകരിച്ചില്ലെന്നല്ല, പൊതുവെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട്. പക്ഷേ ഇത് ഞങ്ങൾ ഈ സമരമായി മുന്നോട്ട് പോകാൻ കാരണം ഇത് സമൂഹത്തിനാകെ ഇത് ശ്രദ്ധയിൽ കൊണ്ടുവരണം. ഭാവിയിൽ ഒരു ബാങ്കും ഈ നിലയിലുള്ള നിലപാട് സ്വീകരിക്കാൻ, ബാങ്ക് മാത്രമല്ല ഒരു ധനകാര്യ സ്ഥാപനവും ഈ ദുരിതബാധിതർക്കെതിരായി
ഇത്തരത്തിൽ നിലപാട് സ്വീകരിക്കാൻ വേണ്ടി പാടില്ല എന്നുള്ള ഒരു സന്ദേശം നൽകുന്നതിന് വേണ്ടി കൂടിയാണ് ഈ സമരം. ആ നിലയിലാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. ഈ കേരള ബാങ്ക് ഈ വായ്പകളൊക്കെ എഴുതി തള്ളുന്ന ഒരു മാതൃകാപരമായ നടപടി എടുത്ത സമയത്താണ് ഈ ദേശസാൽകൃത ബാങ്കുകളുടെ നേതൃത്വത്തിൽ ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത്. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. കേരള ബാങ്ക് ഏറ്റവും മാതൃകാപരമായി തന്നെ ആദ്യ തന്നെ ഈ വിഷയത്തിൽ നിലപാട് സ്വീകരിച്ചുകൊണ്ട് മറ്റ് ബാങ്കുകൾക്ക് മാതൃകയാക്കാൻ കഴിയുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അത് മാതൃകയാക്കിയില്ല അവരുടെ അക്കൗണ്ടിലേക്ക് വന്ന് ഉൾപ്പെടെ EMI പിടിക്കുന്ന രൂപത്തിലേക്ക് മാറുക എന്ന് പറയുമ്പോൾ ആ ഒരുപാട് എത്ര അപമാനകരമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ നിലയിൽ കേരള ബാങ്കിന്റെ മാതൃക സ്വീകരിക്കുന്നതിന് പകരം കേരളത്തിലെ സമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്ത നിലപാടാണ് ഈ ബാങ്കുകൾ സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കാർക്കും ആ നിലയിൽ അത് അംഗീകരിച്ചു കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. ഈ EMI പിടിച്ച് വ്യക്തികൾ ഉൾപ്പെടെ നമ്മുടെ സമരത്തിന്റെ ഭാഗമായി ചേരുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരത്തിൽ അവരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സമരം എന്ന നിലയിൽ തന്നെയാണ് DYFI ഈ കാര്യത്തെ കാണുന്നത്. വിൻഷ DYFI ജില്ലാ സെക്രട്ടറി K റഫീഖും ജില്ലാ പ്രസിഡന്റ് KM ഫ്രാൻസിസുമാണ് ഇപ്പോൾ കൈരളിക്കൊപ്പം ചേർന്നത്. ശക്തമായ രീതിയിൽ തന്നെ ഇന്ന് സമരം നടത്തുമെന്നാണ് DYFI ഭാരവാഹികൾ ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം ദുരിതബാധിതരുടെ ഈ ധനസഹായം ലഭിച്ചതിൽ നിന്ന് കൈയിട്ട് വാരുന്ന ഒരു സമീപനമാണ് ഈ ബാങ്കുകൾ സ്വീകരിച്ചിട്ടുള്ളത്. ഇത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കില്ല. പൊതുസമൂഹത്തോട് ഈ ബാങ്കുകൾ, ഇത്തരം ക്രൂരത ചെയ്ത ബാങ്കുകൾ മാപ്പ് പറയണം എന്ന ശക്തമായ ആവശ്യങ്ങളടക്കം ഇവർ ഉന്നയിക്കുന്നുണ്ട്. കാരണം ഈ പൈസ തിരിച്ചു കൊടുത്ത്, പിടിച്ചെടുത്ത പൈസകൾ തിരിച്ചു കൊടുത്ത് കേരള സമൂഹത്തോട് മാപ്പ് പറയാൻ ഈ ബാങ്ക് ഉദ്യോഗസ്ഥർ തയ്യാറാകണം എന്നൊരാവശ്യം കൂടെ DYFI ഉന്നയിച്ചിട്ടുണ്ട്. വിൻഷ.